നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് രേണു സുധി മത്സരാർത്ഥിയായി എത്തുമെന്ന വാർത്തകൾ വന്നത് മുതൽ പലരും പ്രതീക്ഷിച്ചിരുന്നത് പുറത്തു നിന്നതുപോലെ ഹൗസിലും രേണു കത്തിക്കയറുമെന്നതായിരുന്നു. താൻ ഫ്ലവർ അല്ലടാ ഫയറാടാ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രേണു ഹൗസിലേക്ക് കാലെടുത്ത് വെച്ചതും. എന്നാൽ ഷോ തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബിഗ് ബോസ് ഗെയിം കൂട്ടിയാൽ കൂടില്ലെന്ന് രേണു തെളിയിച്ചു. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ഹൗസിലെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ലെന്നും അവർ ആവർത്തിച്ചു. ഹൗസിൽ നിന്ന് പുറത്തു വന്ന മറ്റു മത്സരാർത്ഥികളും രേണുവിൻ്റെ അവസ്ഥ വിവരിച്ചിരുന്നു. രേണുവിന് തീരെ ആരോഗ്യമില്ലെന്നും മാനസികമായും ശാരീരികമായും അവർ ഏറെ ക്ഷീണിതയുമാണെന്നാണ് പലരും പറഞ്ഞത്. പ്രേക്ഷകർ കരുതുന്നത് പോലെ രേണുവിന് ഒരിക്കലും ഫയറായി മാറാൻ സാധിക്കുന്നില്ലെന്നും അവർക്ക് ഹൗസിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയുന്നില്ലെന്നും ഇവർ വെളിപ്പെടുത്തി. ഇപ്പോഴിതാ രേണുവിൻ്റെ ആരോഗ്യസ്ഥിതി എത്രത്തോളം മോശമാണെന്ന് തെളിയിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. കിരീടയുദ്ധം എന്ന ടാസ്കിനിടെ കുഴഞ്ഞു വീഴുന്ന രേണുവിനെയാണ് വീഡിയോയിലുള്ളത്. ടാസ്കിലെ ആദ്യ റൗണ്ടിൽ പങ്കെടുത്തതിന് ശേഷം ആകെയുള്ള ഏരിൽ ഒരു ടീമിൻ്റെ ക്യാപ്റ്റനായി രേണു സുധി. മത്സരത്തിനിടെയാണ് അവർ വീണത്. എന്നാൽ രേണു സുധിയെ കടുത്ത ഭാഷയിൽ ചീത്ത വിളിച്ചും അധിക്ഷേപിച്ചും ആര്യൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ സംഭവം നടക്കുന്നത് ലൈവിലാണ്. ആര്യൻ കൂടുതലായി രേണുവിനെ അധിക്ഷേപിക്കുന്ന ദൃശ്യങ്ങൾ എപ്പിസോഡിൽ പോലും ബിഗ് ബോസ് കാണിച്ചിട്ടില്ല. ഇതിനെതിരെ കമൻറ്റുമായി ലൈവിൽ പ്രേക്ഷകർ രേണുവിനും പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. ഇന്ന് ബിഗ് ബോസിൽ നടന്ന ഗെയിമിൽ രേണു താരെ വീണു. പല്ലിയുടെ അത്രയുമുള്ള ശരീരമുള്ള രേണുവിന് BP കുറഞ്ഞു കാണും. ചേച്ചി ഓക്കെ ആയി കാണും. ഈ പെണ്ണുപിള്ളയ്ക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? വല്ലവൻ്റെയും കയ്യിലെ അടികൊണ്ട് ചാകാനായിട്ട്. മിക്കവാറും ചത്തു മണ്ണടിഞ്ഞ് സുധിയുടെ കൂടെ പോകും. വയ്യാന്നും പറഞ്ഞ് അഭിനയിച്ച് നമ്പർ ഇറക്കി. ഇപ്പോൾ ചാകുമോ എന്ന് ആര്യൻ പറയുന്നു. ഇത്രയൊക്കെ ഒരു പെണ്ണിനെ ഇങ്ങനെ പറയാൻ ആ സാധു സ്ത്രീ ആര്യനോട് എന്ത് തെറ്റാണ് ചെയ്തത്? എത്രയോ ദുഷ്ടനായ മത്സരാർത്ഥിയാണ് ആര്യൻ. ആ ബിഗ് ബോസ് വീട്ടിലുള്ളവരുടെ ഒരു ഗതികേട്. ഇവൻ്റെയൊക്കെ കൂടെ മത്സരിക്കാൻ നിൽക്കുന്നവരുടെ അവസ്ഥ എന്താകും? അതിനുള്ള മറുപടി ഒന്നേ ഉള്ളൂ. ദൈവം എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ കാലം ആര്യന് ഇതിനുള്ള മറുപടി നൽകും. ഇതിനുള്ള ശിക്ഷ ഉറപ്പായിട്ടും താങ്കൾക്ക് കിട്ടിയിരിക്കുമെന്നും ആളുകൾ കമന്റിൽ പറയുന്നു. ആര്യനെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യം ആരാധകർ ഉയർത്തുന്നുണ്ട്. സുധിയുടെ അടുത്തേക്ക് രേണു പോകുമെന്നായിരുന്നു ആര്യൻ കഴിഞ്ഞ എപ്പിസോഡിലും ഇതേപോലെ പറഞ്ഞത്. രേണു സുധിയെക്കുറിച്ച് ഇവൻ പറഞ്ഞത് തമാശയായിട്ടൊന്നും തോന്നിയില്ല. ഇത്രയും മോശം രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് തമാശയായിട്ട് എങ്ങനെ കാണാൻ പറ്റും? രേണു സുധിയേട്ടൻ്റെ അടുത്തേക്ക് പോകുമെന്ന് പറയുന്നതാണോ തമാശ? ഇത്രയും മോശം വർത്താനം പറഞ്ഞിട്ട് അത് ഇവൻ കടന്ന് ഇങ്ങനെ ന്യായീകരിക്കുന്നത് അതിലും വലിയ അരോചകമായിട്ട് തോന്നുന്നു. രേണു ഒരു പാവമായതുകൊണ്ടാണ് അതിൻ്റെ നെഞ്ചത്തേക്ക് എല്ലാവർക്കും കയറാമെന്നാണോ? അക്ബർ മാത്രമാണ് അത് ചോദ്യം ചെയ്തത്. അത് നന്നായിരുന്നു. ലാസ്റ്റ് ഇവർ ഗ്രൂപ്പ് തന്നെ ചേർന്ന് ഇഷ്യൂ സോൾവ് ആക്കി. ഇതൊക്കെ നിസ്സാരമാക്കേണ്ട കാര്യമാണോ? ലാലേട്ടൻ എന്തായാലും ഇതിനെതിരെ സംസാരിക്കണം, നടപടിയെടുക്കണമെന്നും എപ്പോഴും വാണിംഗ് കൊടുത്ത് വിടുന്നത് ശരിയല്ലെന്നും ആരാധകർ കമന്റിലൂടെ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി.